എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബോട്ടിലൊരു മണ്ടാല ആർട്ടാണ്. ഇതുപോലെ LED ബൾബൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയിൽ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ബോട്ടിൽ ആർട്ടാണ്. അതിന് നമ്മൾ വരയ്ക്കാൻ അറിയാത്തവർക്കും ചെയ്യാം. ഇത് ബ്രഷിൻ്റെ പിൻഭാഗവും അതുപോലെ കുറച്ച് സംഭവങ്ങളും വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതിന് ആദ്യമായിട്ട് വേണ്ടത് ട്രാൻസ്പെറൻറ്റ് കുപ്പിയാണ്. ബോട്ടിൽ ഈ തരത്തിലുള്ള ബോട്ടിലാണ് നല്ലത്. നമ്മൾ ചെയ്തെടുക്കുന്ന നമ്മുടെ കയ്യിലുള്ള കുറച്ച് കളറ്, ആക്രിലിക് പെയിൻറ്റ്, പിന്നെ കണ്ടില്ലേ ബ്രഷുകൾ, അതിൻ്റെയൊക്കെ ബാക്ക് സൈഡ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതേപോലെ ടൂത്ത് സ്റ്റിക്ക്, പെൻസിലിൻ്റെ ബാക്ക് സൈഡ്, അതൊക്കെ ഓരോ റൗണ്ടും വെച്ചിട്ട് അങ്ങനെ ചെയ്യും. അതിൽ പെയിൻറ്റിൽ മുക്കിയിട്ട് നമ്മളങ്ങനെ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. വലിയ ഭാഗം വെക്കാനുള്ളത് ഫെവിക്കോളിൻ്റെ മൂടി വെച്ചിട്ടാണ് ചെയ്യുന്നത്. നന്നായി കഴുകിയെടുത്തൊരു ബോട്ടിലെടുക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള പെയിൻറ്റ് എടുത്ത് വയ്ക്കുക. കുറേശ്ശെ എടുത്താൽ മതി. എന്നിട്ട് അത് ആദ്യം വലിയൊരു വട്ടം വരച്ച് കൊടുക്കുകയാണ്. വരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇങ്ങനെ ചെയ്താൽ മതി. എന്നിട്ടൊരു ബ്രഷ് എടുത്തിട്ട് നമ്മൾ ഇതുപോലെ തന്നെ ചെയ്യുക. എല്ലാം പാറ്റേൺ ഇത് തന്നെയാണ്, പ്രത്യേകിച്ച് ഒന്നും മാറ്റമൊന്നുമില്ല. 4 സൈഡ് കാണുക, അതിൽ ഈക്വൽ ആവുന്ന രീതിയിൽ ചെയ്യുക. നമ്മൾ വരയ്ക്കുന്നില്ല, ഇത് വരച്ചിട്ട് ചെയ്യാം, പക്ഷേ വര അവിടെ വേറെ കാണും ചിലപ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് വരയ്ക്കാത്തത്. അങ്ങനെ ചെയ്തെടുത്താൽ മതി. എന്നിട്ട് പെയിൻ്റ് എല്ലായിടത്തും ആവാത്തത് രണ്ടാമത്തെ വട്ടം ഒന്ന് എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുത്താൽ മതി, കുഴപ്പമൊന്നുമില്ല. വേറെ കളർ എടുക്കുക, 4 സൈഡ് അതുപോലെ വെച്ചിട്ട് സെൻറ്റർ ഭാഗം തന്നെ എല്ലാത്തിനും 4ആയി കാണുക. എന്നിട്ട് ചെയ്തെടുത്താൽ കുറച്ചുകൂടെ നന്നായിരിക്കും. ബോട്ടിൽ ആദ്യം തറയിൽ ശരിക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇളകാത്ത രീതിയിൽ ഉറപ്പിച്ച് തന്നെ നിർത്തണം. എന്നിട്ട് ചെയ്തെടുക്കണം. ടൂത്ത് സ്റ്റിക്കാണ് എടുത്തത്. അതിൻ്റെ പിൻഭാഗം കൊണ്ട് ചെറിയ ഡോട്ടുകൾ ഇട്ട് കൊടുക്കുന്നതൊക്കെ അതിൻ്റെ 2 സൈഡും ഉപയോഗിക്കാം. നമുക്കെങ്ങനെ വേണ്ടതെന്ന് വെച്ചാൽ 2 സൈഡും വെച്ചിട്ട് ചെയ്തെടുക്കാം. പയ്യെ ചെയ്തെടുത്താൽ മതി. ഡോട്ടിട്ട് കൊടുക്കാനുള്ളത് ടൂത്ത് സ്റ്റിക്ക് വെച്ചിട്ട് അതങ്ങനെ ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ട കളർ നമ്മൾ ഏതാ ഉള്ളതെന്ന് വിചാരിച്ചാൽ അതൊക്കെ വെച്ചിട്ട് ചെയ്യാം. ഇങ്ങനെ കറക്റ്റ് റൗണ്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഇടയിലൊക്കെ ആ റെഡ് കളറിൻ്റെ ഇടയിലൊക്കെ വേണമെങ്കിൽ വൈറ്റ് കളർ വെച്ചിട്ടും ചെറിയ ഡോട്ടുകൾ ഇട്ട് കൊടുക്കാം. എങ്ങനെ നമുക്ക് ഭംഗിയെന്ന് തോന്നുന്നു അതിനനുസരിച്ചൊക്കെ ചെയ്തെടുക്കാം. മഞ്ഞ കളറും ഇതുപോലെ തന്നെ എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് റൗണ്ട് നമ്മൾ ചെയ്യുന്നത് കറക്റ്റായിട്ട് വന്നാൽ എല്ലാം കറക്റ്റായിട്ട് തന്നെ വരും. കുറച്ചൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയെന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല. നമ്മൾ വരയ്ക്കാതെയാണ് ചെയ്യുന്നത്, അപ്പം മാറാനൊക്കെ സാധ്യതയുണ്ട്. ശ്രദ്ധിച്ച് ചെയ്യുക. ഇത് ബഡ്സാണ്. ബഡ്സ് നമ്മൾ ആദ്യം ഫെവിക്കോളിലൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് ഒന്ന് ഉണക്കിയെടുത്താൽ മതി. എങ്കിലത് ശരിക്കും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഡോട്ടിട്ട് കൊടുക്കുന്നത് ഫുള്ള് ചെറിയ സംഭവങ്ങൾ വെച്ചിട്ട് ചെയ്താൽ മതി. ഒന്നുമില്ലെങ്കിൽ തീപ്പെട്ടിക്കൊള്ളി എടുത്തിട്ട് തലഭാഗം ഒന്ന് കൂർപ്പിച്ചെടുത്താലും മതി. എന്ത് വെച്ചിട്ടും ചെയ്യുക. നമ്മുടെ മണ്ടാല ആർട്ട് ചെയ്യുന്ന ടൂളുകളൊന്നും ഇല്ല, അപ്പോൾ കയ്യിലുള്ളതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യുകയാണ്. ഇനി അടുത്ത കളർ എടുക്കുക. ഇതുപോലെ
ഗ്യാപ്പ് ഇട്ടിട്ട് ചെയ്യുക. ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന കളറിൻ്റെ ചെറിയ കളറും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് കുറച്ച് ഗ്യാപ്പ് ഇട്ടത്. ഇടയിലൊക്കെ വെച്ചിട്ട് അതിനെ ഓരോന്നിനെ ഓരോ റൗണ്ട് ഷേപ്പാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ചെറിയ കളറ് എടുക്കുക. ഇത് എനിക്ക് പൊക്കി കാണിച്ചു തരാൻ കഴിയുന്നില്ല. സംഭവം പെയിൻ്റ് ആയതുകൊണ്ട് ഒന്ന് ഇളകിയാൽ ഇതൊക്കെ ഭംഗിയൊക്കെ പോകും. അതുമാത്രമല്ല, നല്ല പെയിൻ്റ് ഒരിക്കലും ലൂസാക്കരുത്. ഉള്ള നല്ല തിക്കായിട്ട് തന്നെ അടിച്ചെടുക്കണം. അത് ശ്രദ്ധിച്ചാൽ മതി. ബാക്കിയുള്ള ഭാഗത്ത് ഇതുപോലെ ഡോട്ട് ഇട്ട് കൊടുക്കുക. ഇപ്പം നല്ല ഭംഗിയിൽ കിട്ടുന്നുണ്ടത്. ഈ ബോട്ടിൽ ആദ്യം വേറെ ഏതെങ്കിലും കളറ് പെയിൻറ്റ് ചെയ്തിട്ട് അങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനത്തെ ഒരു ബോട്ടിലായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. ചെയ്തിട്ട് ഞാൻ അതിൻ്റെ വീഡിയോ ഇടാം. ഇതിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ LED ലൈറ്റ് ഇടുന്നുണ്ട്. അപ്പോൾ അത് പുറത്തേക്ക് വരാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. മെല്ലെ ചെയ്തെടുക്കേണ്ട സംഭവമാണിത്. ബോട്ടിൽ നല്ല രീതിയിൽ തന്നെ പിടിച്ചെടുക്കണം. അല്ലാത്ത പക്ഷം ഒന്ന് തിരിഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ പോകും. പപ്പു പറഞ്ഞ പോലെ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് ഇളകി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞ പോലെ ആയിരിക്കും സംഭവം. എല്ലാ ഭാഗത്തും അതിനെ കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ റൗണ്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള ഭാഗങ്ങളിലും അങ്ങനെ ഓരോ ഡോട്ടുകൾ ഇട്ട് കൊടുത്താൽ മതി. ഡോട്ടുകൾ വരുമ്പോഴേ ഇത് ഒരു ഭംഗി വരുള്ളൂ ഇതിന്. ആ വൈറ്റ് കളർ ഏറ്റവും നല്ലത്. പിന്നെ നമുക്ക് ഏത് കളറും ചെയ്യാം. ആ ചെയ്യുന്ന കളർ കൊണ്ട് അത് വെച്ചിട്ടും ചെയ്യാം, അല്ലാത്ത രീതിയിലും ചെയ്യാം. അടുത്ത കളറും നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുകയാണ്. നമ്മൾ ചെയ്യുന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇങ്ങനത്തെ വർക്ക് ചെയ്യാനാണ്. ഈ മണ്ഡല ആർട്ടില്ലേ, ഇതിങ്ങനെ ചെയ്യാനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇത് ശരിക്കും നമ്മൾ ഈ ബോട്ടിൽ ചെയ്യാൻ ഭയങ്കര റിസ്ക്കാണ്. പ്ലെയിനായിട്ടുള്ള ഭാഗങ്ങളിലൊക്കെ ഇത് നല്ല വൃത്തിക്ക് ചെയ്യാൻ പറ്റും. ബോട്ടിലല്ലാത്ത രീതിയിൽ 3D എഫക്റ്റൊക്കെ കൂടി നമുക്ക് നല്ല രീതിയിൽ ചെയ്തെടുക്കാൻ കഴിയും. ഓരോ ഭാഗങ്ങളിലും നമ്മൾ ചെയ്യുമ്പോൾ അവിടെ എങ്ങനെ മാച്ചിങ് എന്ന് വെച്ചാൽ ചെറിയ ഡോട്ടുകൾ ഇട്ട് കൊടുക്കുക. ഇനി റൗണ്ട് വലുതായി കഴിഞ്ഞാൽ പിന്നെ ഡോട്ടുകളുടെ ആവശ്യമില്ല. അതങ്ങനെ വലുതായിട്ട് സിംഗിളായിട്ട് നിൽക്കുന്നത് തന്നെയാണ് അതിൻ്റെ ഭംഗി. അത് ഡോട്ട് ഇടാൻ ഭയങ്കര ബുദ്ധിമുട്ടുമാണ്. ഇത് ഓരോന്ന് തിരിച്ച് പിടിച്ച് ഇങ്ങനെ ചെയ്തിട്ട് വേണം. എന്നാൽ തന്നെ കൈ ബോട്ടിൽ പിടിച്ചിട്ട് ഭയങ്കര വേദന എടുക്കും. എനിക്ക് കയ്യിന് ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അധികം പിടിച്ചുകൊണ്ടിരിക്കാനും കഴിയില്ല.
അപ്പോൾ ഏറെക്കുറെ ഭംഗിയായിട്ടുണ്ട്. ഇനി താഴെ കുറച്ച് ഭാഗങ്ങളുണ്ട്. അവിടെ ഇതുപോലെ ഈ ലൈനിൽ തന്നെ നമ്മൾ താഴെ മുതൽ മേലെ വരെ ഒരേ ലൈനിൽ തന്നെ അങ്ങനെ കവർ ചെയ്ത് പോകണം. പെയിൻറ്റ് കയ്യിൽ ചെറുതായിട്ടൊന്നായിട്ടുണ്ട്. ഉണങ്ങിയത് കൊണ്ട് അത് അധികം പരന്നില്ല. ഇതുപോലെ ഒരു ലൈന് മൊത്തത്തിൽ വരണം ബോട്ടിൽ. അത് ബാക്ക് ഭാഗം കാണുമ്പോൾ മനസ്സിലാവും. അതാണ് അതിൻ്റെ ഓർഡർ. അത് കട്ടായി പോകാൻ പാടില്ല. അതങ്ങനെ വരുമ്പോഴേ ഉണ്ടോ, ഇതാണ് അത് റൗണ്ട്. ഇവിടെ എത്തുമ്പോൾ ഇങ്ങനെ വരിക. പിന്നെ ഈ റൗണ്ട് കഴിഞ്ഞാൽ പുറകിൽ നമ്മൾ വേറെ അടുത്ത ഭാഗം ചെയ്യുമ്പോൾ താഴെ ഭാഗം ഫുള്ളായി കഴിഞ്ഞാൽ അവിടുന്ന് കിട്ടുന്ന രീതിയിൽ താഴെ നിന്ന് അങ്ങ് തുടങ്ങിയാൽ മതി. എന്നിട്ട് നേരെ കൊണ്ടുവരിക. അങ്ങനെ മുഴുവനായിട്ടും അങ്ങനെ ചെയ്തെടുക്കുക. നല്ല ഭംഗിയാണ്. ഇതിങ്ങനെ കാണാൻ തന്നെ ഭയങ്കര രസമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബാക്കിയുള്ള ഭാഗങ്ങളിലൊക്കെ ഇതുപോലെ അങ്ങ് ചെയ്തെടുക്കുക. ഇതൊന്ന് ഉണങ്ങിക്കഴിഞ്ഞാൽ ശരിക്ക് പിടിച്ച് ചെയ്യാം. പക്ഷെ നമ്മളത് ഉണങ്ങാനൊന്നും നിൽക്കുന്നില്ല. കുറച്ച് റിസ്ക്കാണ് സംഭവം. എന്നാലും റിസ്ക് പിടിച്ച് ചെയ്യുമ്പോൾ അതൊരു സുഖമാണ്. ഇനി ആ താഴെ വെച്ച കളറ് അങ്ങനെ റൗണ്ടായിട്ട് വന്ന് മേലേക്ക് അങ്ങനെ കൊണ്ടുവരിക. എന്നിട്ട് ലാസ്റ്റ് വേണമെങ്കിൽ ഇതിന് നമുക്ക് സ്ലീക്ക് അടിച്ചെടുക്കാം കേട്ടോ. പോളിഷിങ് അല്ലെങ്കിൽ ക്രാഫ്റ്റ് ഷോപ്പിൽ വാർണിഷ് കിട്ടും, അത് ചെയ്തെടുത്താലും മതി. എങ്ങനെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അങ്ങ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ ഏകദേശ ഭാഗങ്ങളൊക്കെ നമ്മൾ ശരിക്ക് കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ടോപ്പ് ഭാഗമാണ് ഉള്ളത്. ടോപ്പ് ഭാഗം നമ്മൾ കിട്ടുന്നത് വെച്ചിട്ട് ഓരോ റൗണ്ട് ഫുള്ളായിട്ട് അങ്ങ് വെച്ച് കൊടുക്കുന്നുണ്ട്. അത്രേ നമുക്കിതിൽ ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ബോട്ടിലിൻ്റെ വായ്ഭാഗത്ത് വരുമ്പോൾ അവിടെ കൂടെ നമ്മളൊന്ന് റൗണ്ട് അങ്ങ് വെച്ച് കൊടുത്താൽ മതി. ഇത് ഇങ്ങനെ പിടിച്ചത് കൊണ്ട് അധികം കാണിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്തെടുത്തത്. കണ്ട മേലെ ഭാഗം ഇതുപോലെ ചെയ്തെടുത്താൽ മതി. നല്ല ഭംഗിയുള്ളൊരു ബോട്ടിൽ ആർട്ടാണ്. ലൈറ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ, LED ലൈറ്റ്. രാത്രിയിലാണ്, നല്ല ഭംഗിയുണ്ട് അത് കത്തിക്കൊണ്ടിരിക്കുമ്പോൾ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ വാച്ച് ചെയ്തതിന് എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.